പുതുമകളോട് കൂടി മലയാള സിനിമയിലേക്ക് പൊങ്കാല ഈ 30-ാം തീയതി വരാൻ പോവുകയാണ്. ആദ്യം തന്നെ the entire cast and crew, a big congratulations and all the best to your movie, and we are looking forward for the success of Pongala. കാരണം നേരത്തോടെ പറഞ്ഞ പോലെ നിങ്ങളൊക്കെയാണ് ഇത് ജനങ്ങളിലേക്കും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അടുത്ത ഈ കുട്ടിയുടെ ചോദ്യത്തിനുള്ള മറുപടി, കാരണം ഞങ്ങളുടെ പിന്നീട് പറയായിരുന്നു ഹണീബി പോലെയുള്ള സിനിമ, ഒരു സുഹൃത്തുബന്ധത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമ വരേണ്ട സമയമായി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരുന്നുള്ളൂ. കാരണം അത് വേറൊരു സംഭവം നമുക്ക് മറക്കാൻ പറ്റില്ല. ഇപ്പോ തിരിച്ച് നമുക്ക് ഈ സിനിമയിലേക്ക് വന്നാല്, ഞാൻ പനി അടിച്ചു കിടക്കായിരുന്നു, ഞങ്ങളിപ്പോ ഓടി വന്നായിരുന്നു. ഈ സിനിമ ഇപ്പൊ ഇവിടെ ഈ കുട്ടി ആദ്യം പറഞ്ഞ പോലെ ഇതൊരു സോങ്ങിന്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ഈ ഞായറാഴ്ച റിലീസ് ചെയ്യുന്നു എന്നുകൂടാതെ ഞാൻ കാണുന്ന വേറൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. 32 വർഷം സിനിമയിൽ വന്നിട്ട് ഞാൻ തുടക്കം മുതൽ ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. എന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെയാണ് ഫൈറ്റ് മാസ്റ്റർമാർ. ഈ രാജശേഖരൻ മാസ്റ്ററൊക്കെ അന്ന് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പൊ എവിടെ പോയാലും ഇപ്പൊ മാസ്റ്റർമാരെന്നൊക്കെ പറഞ്ഞ നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ്. പക്ഷെ ഈ സിനിമയുടെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, ഇതിന്റെ ഒരു സോങ് ഫുൾ ഫൈറ്റിന്റെ കട്സ് വെച്ചിട്ട് ഈ ഡയറക്ടർ ഇടാനുള്ള ഒരു ധൈര്യം കാണിച്ചു. അത് വന്നപ്പോ എന്റെ അടുത്ത് പല ആൾക്കാരും പറയും, ഇത്ര 4 മിനിറ്റൊക്കെയുള്ള സാധനം ആൾക്കാർ കാണുമോ? അപ്പൊ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അതങ്ങ് കയറി കൊളുത്തിയിട്ട് 1 മില്യൺ ഒറ്റ ദിവസം കൊണ്ട് അടിച്ചു വന്നു. ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സിനിമയിൽ. അത് ഈ പൊങ്കാല സിനിമ എടുത്തു പറയേണ്ട കാര്യം, പല നമ്മുടെ ആർട്ടിസ്റ്റുകൾ അത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു ആ സംഭവം. അത് കാണാത്തൊരു മനുഷ്യനില്ല. അപ്പൊ അതിന് കാണിച്ച ആ ചങ്കൂറ്റവും അതുപോലെ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ഞാൻ എടുത്തു പറയേണ്ടതാണ്. കാരണം ഞാനൊരു എനിക്ക് 500 ഫൈറ്റുകൾ ചെയ്തിട്ടുണ്ടാവും സിനിമകൾ. കാരണം ഇടികൊള്ളാത്ത സിനിമകളില്ലല്ലോ. എല്ലാ പടത്തിലും ഇത് തന്നെയാണ്. ഒരു വർഷം ഒരു 50 എണ്ണം വെച്ച് പിടിക്കാൻ തന്നെ ആവും. പക്ഷെ ഇവിടെ വരുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഫൈറ്റിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഇപ്പോ ഓരോ സിനിമയ്ക്കും കൊടുക്കുന്നുണ്ട്. അതിൽ വളരെ സന്തോഷം. കാരണം ഞങ്ങളുടെയൊക്കെ സമയത്ത്, തുടക്ക സമയത്ത് ഈ 94 കാലഘട്ടത്തിലൊക്കെ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാസ്റ്റർ ഏൽപ്പിച്ചിട്ട് അപ്പൊ തന്നെ ഡയറക്ടർ ചെന്നൈക്ക് പോകും. കാരണം അത് ആ സമയത്ത് ഡയറക്ടർക്കവിടെ യാതൊരില്ല. ഒരു 5 ക്യാൻ ഫിലിമിൽ തീർക്ക്, അല്ലെങ്കിൽ ഇത്രയും ആ ലെങ്ത് പറഞ്ഞിട്ട് പോകും, ഫുട്ടേജ് പറഞ്ഞിട്ട് പോകും, ഒരു 600 അടി അല്ലെങ്കിൽ ഒരു 300 അടി കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ഫൈറ്റ് മാസ്റ്റർമാരൊന്നും ഡയറക്ടർമാരൊന്നും അവിടെ ഇരിക്കില്ല. വളരെ ചുരുക്കം ഡയറക്ടർമാർ മാത്രമേ ഇരിക്കുള്ളൂ. ബാക്കിയൊക്കെ ഈ പറയുന്ന പോലെ ഈ മാസ്റ്റർമാരുടെ പണിയാണ് അതൊക്കെ, വീഴ പിടിക്കാതൊക്കെ. അത് മാറിയിട്ട് ഇപ്പോ ഓരോ പടത്തിനും ഈ ഇവര് കാണിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റ്, താല്പര്യം, അതൊക്കെ ഭയങ്കരമായിട്ട് മാറിയിരിക്കുന്നു. ഇതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് ബാസി ചെയ്ത ഫൈറ്റൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട്, കടപ്പുറത്ത് അദ്ദേഹം വന്ന ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന പിടിക്കുന്ന ഷോട്ടുകൾ ഞാനിങ്ങനെ ഇരുന്നിങ്ങനെ ആന്തിക്കായിരുന്നു. കാരണം അതൊക്കെ അതല്ല ഞാൻ അതായിട്ട് പറയുന്നില്ല, അതൊക്കെ ഇത്തിരി റിസ്ക് ഉള്ള കാര്യങ്ങളാണ്. പിന്നെ രാജശേഖരൻ മാസ്റ്റർ കാര്യം പറയുമ്പോൾ, രാജശേഖരൻ മാസ്റ്റർ ത്യാഗരായ മാസ്റ്റർ അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ ത്യാഗരായ മാസ്റ്റർ എന്ന് പറഞ്ഞ ഇവിടെ ഏറ്റവും മനോഹരമായിട്ട് ഗ്രൂപ്പില്ലാതെ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നതിൽ അതിവിദഗ്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റാണ് രാജശേഖരൻ മാസ്റ്റർ. ഒരു കാര്യം പറഞ്ഞ് കേൾക്കില്ല, ബാസി പറഞ്ഞ പോലെ പുള്ളിക്ക് പുള്ളിയതായ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനും അടിയിലടക്കം ഉടക്കി പുള്ളി. കാരണം നമ്മളൊക്കെ ഒരേ ഇതായിട്ട് ഈ പുള്ളിക്കാരനെ ബാക്കിലേക്ക് വിളിച്ചിട്ട്, താങ്കളുമായിട്ടാണോ ബാക്കിലേക്ക് വീഴാൻ പറഞ്ഞത്? എന്നെ വിളിച്ചിട്ട് പുള്ളി നമുക്ക് സാർ നാടൻ പോലെ ആക്കിയിട്ടെന്ന് പറഞ്ഞു ബാക്കിലേക്ക് വിടാൻ സാർ. അപ്പൊ എന്റെ ബാക്കിൽ ഒരാള്, എന്റെ മുകളിൽ ഒരാള്, അങ്ങനെ ഒരു വീഴ്ച. നമ്മുടെ മാസ്റ്റർ പ്രായമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞു അന്ന് രാത്രി. അപ്പൊ എങ്കിലും നമ്മൾ ആ എടുത്ത എഫേർട്ടിന് വളരെയധികം ഇത് ഈ പടത്തിൽ കാണാനുണ്ട്. പിന്നെ ഇപ്പൊ ഈ കുട്ടി ചോദിച്ച പോലെ പൊങ്കാല എന്ന് പറഞ്ഞാൽ ഇതൊരു കുടുംബ ബന്ധങ്ങളുടെ പൊങ്കാലയാണ്, ചതിയുടെ പൊങ്കാലയാണ്, ഇടിയുടെ പൊങ്കാലയാണ്, പാട്ടിന്റെ പൊങ്കാലയാണ്. ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് എന്റെ മാമ പറയും, അതിന്റെ ആ ഒരു വള്ളത്തി മീൻ എന്ന് പറഞ്ഞ പാട്ട് ഭയങ്കര ഹിറ്റാട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞേ അങ്ങനെ സംഭവമുണ്ടോ? അപ്പൊ ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ട്, അത് എനിക്കറിയില്ല നമ്മുടെ പടത്തില്. അതാണ് ഏറ്റവും വലിയ രസം. എനിക്കത് ഈ പടത്തിനകത്ത് നമുക്ക് ഇതിനകത്ത് പാട്ടുമായിട്ട് വലിയ ബന്ധങ്ങളില്ലല്ലോ ഈ പടത്തിന്. അപ്പൊ അത് കയറി ഭയങ്കരമായിട്ട് കുളത്തി. അതുപോലെ തന്നെയാണ് ആ ഫൈറ്റ് ഇടുന്ന പാട്ടില്ലേ, അതും നല്ല സാധനം. അതെല്ലാം നല്ല ഗ്രേറ്റ് വർക്കാ മ്യൂസിക് ഡയറക്ടറുടെ. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം, ഇതിനുവേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് ഓടി നിന്ന 7 ആർട്സ് മോനായിട്ട്. അത് പ്രത്യേകം എവിടെ ആള് പോയോ, അയ്യോ എത്ര കഷ്ടപ്പെട്ടാ ഇങ്ങനെ അവൻ വേണ്ടി അറിയപ്പെടാം. പല പല ഷെഡ്യൂളുകളായി മാറി മാറി. അതുപോലെ തന്നെ പ്രൊഡ്യൂസർമാർ ദീപു, അനിൽ,
ഇവരെല്ലാം ഇതിനു വേണ്ടി പുറകിൽ വളരെയധികം കഷ്ടപ്പെട്ട ആൾക്കാരാണ്. പിന്നെ ഈ പറയുന്ന പോലെ ബാസി അത്രയധികം സഹകരിച്ച് ഓരോ പ്രാവശ്യം ഇടിയുടെ നമുക്ക് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 3-4 ഫൈറ്റ്, കാലത്ത് FACയിൽ ഫൈറ്റ്, രാത്രി കടപ്പുറത്ത് ഫൈറ്റ്, അത് കഴിഞ്ഞാൽ മറ്റേ ഐസ് ഫാക്ടറിയിൽ ഫൈറ്റ്. ഞാൻ ഇയാളെ കാണുമ്പോൾ ഞാൻ ഓടി രക്ഷപ്പെടും. ഐസ് ഫാക്ടറിയിലെ ഫൈറ്റ് ചേട്ടാ മറ്റേ ബാക്കി എടുക്കാനുണ്ട് മറ്റേതാണ് അവിടെ പോകും. അത് കഴിഞ്ഞാൽ അവര് ചേരിയിൽ വരും അയ്യോ അങ്ങനെ. പക്ഷെ ഡബിങ്ങിന് ഞാൻ ആ പടം കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് വളരെ ഇഷ്ടമായി. ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാലോ, സിനിമ എന്ന് പറഞ്ഞാൽ ഭാഗ്യത്തിൽ മാത്രം നിൽക്കുന്നതാണ്. ചില സിനിമകൾ നമ്മൾ വിചാരിക്കും അങ്ങനെ ഓടി, ചിലത് എന്തുകൊണ്ട് ഓടിയില്ല. അപ്പൊ പ്രൊഡ്യൂസർക്ക് പൈസ എണ്ണാനുള്ള ഒരു ഭാഗ്യം കൂടി ദൈവം ഉണ്ടെങ്കിൽ ഈ പടം ഗംഭീരമായിരിക്കും. പിന്നെ ഏതൊരു സിനിമയും പടം നന്നായത് കൊണ്ട് മാത്രം കാര്യമില്ല, പടം ഓടി വിജയിച്ചാൽ മാത്രമേ നമ്മളെ പോലും ആൾക്കാർ കാണുള്ളൂ. അല്ലെങ്കിൽ ചോദിക്കും ചേട്ടൻ ഇപ്പൊ പടങ്ങളിലൊന്നും കാണാനില്ലല്ലോ എന്ന് ചോദിക്കും. അതുകൊണ്ട് ഈ സിനിമയും പടമൊന്നും ഇല്ലെന്ന് ചോദിക്കും. എന്നാൽ നമ്മുടെ പടങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും, ആരും കണ്ടിട്ടുണ്ടാവില്ല. OTT പോലും ഇപ്പൊ കാണാൻ നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ബാക്കി ഞാൻ ഇനിയും സത്യസന്ധത കൂടുതലുള്ള കാര്യങ്ങൾ ചേട്ടന് വിട്ടുകൊടുത്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവരും പടം കാണാൻ, അധ്വാനം, ആ അധ്വാനം വളരെ വിലപ്പെട്ടതാണ്. താങ്ക് യു. സമാധാനായല്ലോ. ഞാൻ ഫൈറ്റ് ചെയ്യേണ്ട യോഗം എനിക്ക് എന്തായാലും ഡയറക്ടർ തന്നില്ല. എന്റെ പ്രായവും എന്റെ പക്വതയും വെച്ചിട്ട് പരിഗണിച്ച് ഞാൻ മഹാനടന്മാരോടൊപ്പമാണ് അഭിനയിച്ചിട്ടുള്ളത്. മഹാ ഇടിയന്മാരോടൊപ്പം അഭിനയിക്കാൻ യോഗ്യത കിട്ടിയത് പൊങ്കാലയിലാണ്. പക്ഷേ ആ സംവിധായകൻ എന്നെ ആദ്യ ദിവസം തന്നെ ഒറ്റക്കുത്തിരി കൊണ്ടു നടത്തി. പിന്നെ ഫ്ലാഷ് ബാക്കിൽ വന്നു പോയാൽ മതി. ഒരു പാട്ടിലൂടെ മകനായിട്ട് അഭിനയിച്ചു ശ്രീനാഥ് വാസത്തിന്റെ പ്രായം ഈ ചെറുക്കൻ. അവനെ എനിക്ക് കൈവിടാൻ പറ്റില്ല. അവനാണ് എന്നെ പിടിച്ച് നടത്തിയത്. ഇടിയുള്ളതെ രക്ഷപ്പെടുത്തിയത് അവനാ. പക്ഷെ ഈ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, പൊങ്കാലയ്ക്ക് മുമ്പ് നമ്മുടെ സംവിധായകൻ വാമനൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഞാൻ പറഞ്ഞില്ല. പല കാര്യങ്ങളിലും ഞാൻ അജ്ഞാനിയാണ്, ജ്ഞാനിയാണെന്ന് നടിക്കും. പക്ഷേ ഞാൻ ഈ പൊങ്കാല സമർപ്പിക്കുന്നത് ആരോടാണെന്ന് ചോദിച്ചാൽ ഞാൻ അമ്മമാർക്ക് വേണ്ടിയാണെന്ന് പറയും. അമ്മമാർക്ക് വേണ്ടി, അമ്മയോടുള്ള പക തീർക്കുന്ന മകന്റെ പൊങ്കാലയാണ് ഈ പൊങ്കാല. എന്ത് വാമനൻ. പൊങ്കാല ഇടുന്ന അമ്മമാരിരുന്ന് പിന്നെ ആറ്റുകാൽ പൊങ്കാല ഇടുമ്പോ അവര് ചിന്തുന്ന വേർപ്പുണ്ട്. അവര് അവിടെ കത്തിച്ചു വയ്ക്കുന്ന ജ്വാലയുണ്ട്, സൂര്യപ്രകാശമുണ്ട്. അവിടെ ഉള്ളൊരുകുന്ന ഒരു മകനുണ്ട്. ആ മകന്റെ കഥാപാത്രമാണ് ശ്രീനാഥ് വാസി ചെയ്തത്. അവൻ ചോര പൊടി പോസ്റ്റർ കണ്ടപ്പോ, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ശ്രീനാഥ് വാസിയായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ ഈ പോസ്റ്റർ കണ്ടപ്പോ എനിക്ക് അവനെ ക്രിസ്തുവിനെപ്പോഴും തോന്നി. അപ്പൊ അവനൊരു ക്രിസ്തു ഇരിക്കുന്ന പോലെയൊക്കെ തോന്നി. ലോകത്ത് ഇങ്ങനൊരു നടനെ കാസ്റ്റ് കഥ പറയില്ലേ, സംവിധായകൻ കഥ പറഞ്ഞു കൊടുക്കണ്ടേ, എന്നോട് പറഞ്ഞിട്ടില്ല ഇന്നുവരെ. എനിക്കറിയില്ല ഞാൻ അങ്ങനെയൊക്കെ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാം. അങ്ങനെയാണ് ഇത്രയും ക്യാമറ വെച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നതിന്റെ അകത്ത് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വോട്ട് ഇടും. അതെ, ട്രെൻഡിങ് ആയിട്ടുള്ള ആളുകളൂടെ പിടിച്ചു നിൽക്കണ്ടേ അല്ലേ. താങ്ക് യു സോ മച്ച്. ആൻഡ് ഹലോ, ഭാഗമായിട്ടുണ്ട് പൊങ്കാലയ്ക്ക് മുമ്പ്. ഈ സിനിമയിലേക്ക് വന്നപ്പോ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, ക്രൂ ഉണ്ട്. ഹൗസ് യുവർ എക്സ്പീരിയൻസ് യാമി? ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്ര കൃഷിക്കാണല്ലോ എന്ന് പറഞ്ഞു. പ്ലീസ് ചേട്ടാ. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഒരു കുഴപ്പമില്ല, തൃശ്ശൂരും മലപ്പുറവും. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ, പിന്നെ ബാസ്ചേട്ടന്റെ ഹീറോയിനായിട്ട് ചെയ്യാൻ പറ്റി. ശരിക്കും ഒരു ഭാഗ്യമായിട്ട് വരുന്നു. പിന്നെ ഒരുപാട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഇതില്. ഇപ്പോ ഫൈറ്റ്സ് ആണല്ലോ, അപ്പൊ സ്റ്റണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ? എനിക്കൊരു സ്റ്റണ്ട് സീൻ ഉണ്ടായിരുന്നു.
ബാസി is like പറയല്ലേ സസ്പെൻസ് പൊട്ടിക്കല്ലേ. അത് കാണുമ്പോ പറയുന്നില്ല. അല്ല ഞാൻ പറഞ്ഞ എക്സ്പീരിയൻസ്. എന്താണ് പാവം കുട്ടി സംസാരിക്കട്ടെ. ഫൈറ്റിനെ കുറിച്ച് പറയണ്ടോ, വേറെ എന്തെങ്കിലും? അല്ല ഞാൻ പറഞ്ഞു തന്നത് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതുവരെ ചെയ്യുന്നതിൽ വെച്ചിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു മൂവിയില്. അപ്പോ എന്താ പറയാ, ഡിസംബർ 13 നവംബർ 13 മൂവി റിലീസ് ആവാണ്. അപ്പൊ ഒരു റിയൽ സ്റ്റോറി ബേസ്ഡ് ആണ് പറഞ്ഞല്ലോ. അപ്പോ ഭയങ്കര എക്സൈറ്റ് ആണ് മൂവി കാണാൻ ഞാൻ. അപ്പൊ എല്ലാവരും മൂവി കാണാ. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് വിൻ സാറിനോടും അനിൽ സാറിനോടും സാർ താങ്ക് യു സോ മച്ച്. അതന്നെ, എല്ലാവരും പോയി സിനിമ കാണാ, വിജയിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യാ. താങ്ക് യു. അതന്നെ താങ്ക് യു സോ മച്ച്. സ്റ്റോറി എന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾ കുറച്ച് നേരം പറഞ്ഞിരിക്കാൻ ഇതിന് കുറെ അനുഭവിച്ച് ഞങ്ങൾ അങ്ങനെ ഈ നേരം വിളിക്കുന്ന ഓരോ ഷൂട്ടാണ് ഇവിടെ. അപ്പൊ ഈ റിയൽ സ്റ്റോറിയുടെ ആൾക്കാർ രാത്രിയാകുമ്പോൾ വരും. റിയൽ സ്റ്റോറിന്റെ ആൾക്കാർ മിക്കവാറും ബാസി ഞാനൊക്കെ ആയിരിക്കും മീൻസിന്റെ ഒറ്റയ്ക്ക്. അങ്ങനെ ബില്ലുമായിട്ട് ഭരണം മറ്റേ സാധനം എങ്ങനെയല്ല എടുത്തേക്കണേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡിസ്കഷൻ നടക്കുന്നുണ്ട് അവിടെ. ഇതൊക്കെ വെള്ളമാണ്. ഇത് കഴിഞ്ഞ് ഇവർ എന്നെ കാണുന്ന ഒരു പ്രതീക്ഷയാണ്. വണ്ടി നല്ല സാധനമുണ്ട്. പിന്നെ എന്റെ കാരണം ഇവർക്ക് പിന്നെ വേണ്ടത് എന്റെയാണ്. അതായത് ഇവരുടെ പുതിയ പരീക്ഷണങ്ങളൊക്കെ ഞങ്ങൾ പുറങ്ങളിൽ പോയിട്ട് അത് മറ്റേ സാധനം ചെയ്തുകൊണ്ടുവരണം. പിന്നെ നല്ല പിടയ്ക്കണ പള്ളത്തിലൊക്കെ അറിയുന്നുണ്ട്. അത് ഒരു ദിവസം കഴിഞ്ഞു പോകും. പിറ്റേ ദിവസം ഇത് വരുമ്പോൾ ഈ ടീം വീണ്ടും വരും. എങ്ങനെ റിയൽ സ്റ്റോറി ഭയങ്കര ഡിസ്കഷൻ. അപ്പൊ എന്തോ ബാസി ചോദിക്കാറുണ്ട്, നമുക്കത് പറയാമോ യഥാർത്ഥമായി. അപ്പൊ അത് ഇതിനിടയ്ക്ക് പറയാൻ വിട്ട ഒരു കാര്യമാണ്. രണ്ടാമത് ഒരാളെയും കൂടി ഞാൻ അത് പറയാൻ വിട്ടുപോയി. നമ്മുടെ ക്യാമറമാൻ ജാക്സൺ അസാധ്യമായിട്ട് ഇതിന് ഏറ്റവും എടുത്തു പറയേണ്ട ഒരാളാണ്. ഇദ്ദേഹത്തോടൊപ്പം തന്നെ കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ക്യാമറ ചെയ്ത ജാക്സൺ. ഇവിടെ കാണാനില്ല, പക്ഷെ ഇത് എടുത്തു പറയുന്നത് അടിപൊളി വന്നതിൽ അത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഫൈറ്റിനായാലും എല്ലാത്തിനായാലും അത്രയധികം കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അതെ, അപ്പൊ അദ്ദേഹത്തെ കൂടി ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി നമുക്ക് ഇവർക്ക് എല്ലാവർക്കും സംസാരിക്കണമെന്നുണ്ട്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാണെന്ന് എനിക്കറിയാം. ഒരുപാട് സമയം കളയാതെ നമ്മൾ Q&A സെഷനിലേക്ക് കടക്കാണ്. ബട്ട് ബിഫോർ ദാറ്റ് ഇവന്റ് നമ്മളെ ഒന്ന് സ്റ്റേജിൽ ചെയർ ഇടാൻ വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് റിക്വസ്റ്റ് ചെയ്യാണ്. പ്ലീസ്.